എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേറ്ററ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സഹായകമാവും. അപ്പോൾ നമുക്ക് പരീക്ഷയുമായി സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളാണ്, അതായത് പരീക്ഷ നൽകിയ നിർദ്ദേശങ്ങളാണ്. എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പരീക്ഷ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. ഓക്കെ. ഹാൾ ടിക്കറ്റിനോടൊപ്പം അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓൺലൈനായി നൽകിയ തിരിച്ചറിയൽ കാർഡിൻ്റെ അസൽ പരീക്ഷാ കാർഡിൽ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ആധാർ ആയിക്കോട്ടെ, വോട്ടേഴ്സ് ID ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഏത് രേഖയും കൊണ്ടു ചെല്ലാവുന്നതാണ്. ഓക്കെ. മേൽപ്പറഞ്ഞ രേഖകളല്ലാതെ പരീക്ഷയ്ക്ക് സഹായകമായ മറ്റു പേപ്പറുകളൊന്നും തന്നെ പരീക്ഷ ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല. എന്തെങ്കിലും വിധത്തിൽ മോശമായി പെരുമാറുന്നവരെ അയോഗ്യരാക്കുകയും മറ്റു ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. പരീക്ഷാ സമയം കഴിയുന്നതിന് മുമ്പ് പരീക്ഷാർത്ഥികളെ ആരെയും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തുവിടുന്നതല്ല. മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ പരീക്ഷ ഹാളിൽ അനുവദിക്കുന്നതല്ല. പരീക്ഷ ഹാളിൽ ഉള്ള ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ പരീക്ഷാർത്ഥി ഹാജർ ബുക്കിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഹാൾ ടിക്കറ്റിൻ്റെ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അതത് പരീക്ഷാർത്ഥികൾക്കാണ്. ഓക്കെ. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ പരീക്ഷ, അതായത് കേറ്ററ്റ് പരീക്ഷ പൂർത്തിയാവുകയും നിങ്ങളുടെ അവസരം നിങ്ങൾ വിനിയോഗിച്ചു എന്ന് പറയാനും സാധിക്കുകയുള്ളൂ. ഓക്കെ.